തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. സഭാപ്രസംഗി 3-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. പിതാവായ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിൻ്റെ പൂർത്തീകരണത്തിലാണ് ഓരോ കാര്യവും നിവൃത്തിയാകുന്നത്. മാനവരാശിയുടെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിനു വേണ്ടി ദൈവം ആദ്യ പ്രവൃത്തി ആരംഭിച്ചത് യെരുശലേം ദേവാലയത്തിലെ പുരോഹിതനായ സഖര്യാവിലൂടെയാണ്. സഖര്യ പുരോഹിതന് 1000 വർഷം മുമ്പ് ഇസ്രായേൽ രാജാവായിരുന്ന ദാവീദ് പുരോഹിതന്മാരെ 24 കൂറുകളായി വിഭജിച്ചു. ഇതിൽ 8ാമത്തേതാണ് അബിയാക്കൂർ. 1 ദിനവൃത്താന്തം 24-ാം അധ്യായം ഈ സംഭവം വിവരിക്കുന്നു. ദേവാലയത്തിൽ ധൂപാർപ്പണം നടത്തുവാൻ ഓരോ സമയത്തും നറുക്കിട്ട് പുരോഹിതന്മാരെ തിരഞ്ഞെടുക്കുന്നു. മാനവരാശിയുടെ രക്ഷാകര ദൗത്യത്തിനുള്ള സമയപൂർത്തീകരണത്തിൽ പുരോഹിത വൃത്തി ചെയ്യുവാനും ധൂപമർപ്പിക്കുന്നതിനും നറുക്ക് ലഭിച്ചത് അബിയാക്കൂറിൽപ്പെട്ട സഖര്യ പുരോഹിതനായിരുന്നു. വൃദ്ധനായ സഖര്യ പുരോഹിതനും വൃദ്ധയായ ഭാര്യ എലിസബേത്തിനും മക്കളില്ലായിരുന്നു. അതിൽ മനമൊരുകി അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാതെ നടക്കുന്നവരും ആയിരുന്നു. സഖര്യ പുരോഹിതൻ ധൂപം കാട്ടുന്ന സമയം ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് പ്രത്യക്ഷനായി. സഖര്യാവ് ദൂതനെ കണ്ട് ഭ്രമിച്ച് പരവശനായി. ദൂതൻ അവനോട്: സഖര്യാവേ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കലേക്ക് തിരിച്ചു വരുത്തും. ഇത് കേട്ടപ്പോൾ ലോകത്തിൻ്റെ അറിവുകൾക്ക് അതീതനാണ് ദൈവമെന്നും വാർദ്ധക്യത്തിലായിരുന്ന അബ്രഹാം പിതാവിനും സാറായിക്കും മകനെ നൽകി അനുഗ്രഹിച്ച ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്നും മറന്നുപോയ സഖര്യാവ് ദൂതനോട് ചോദിച്ചു: ഇത് ഞാൻ എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് എന്നവളുമല്ലോ. ദൂതൻ അവനോട് പറഞ്ഞു: ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നെ അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ വാക്ക് നീ വിശ്വസിക്കായികൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും. അപ്രകാരം മൗനിയായിപ്പോയ സഖര്യാവ് ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം വീട്ടിലേക്ക് പോയി. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 10 മുതൽ 16 വരെയും 18 മുതൽ 20 വരെയും 23-24 വാക്യങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് അഭിഷേകം ലഭിച്ചവനുമായ യോഹന്നാൻ സ്നാപകൻ യേശുവിൻ്റെ മുന്നോടിയായി ജനിച്ചത് ഇപ്രകാരമായിരുന്നു. യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യോഹന്നാനെ പറ്റി സാക്ഷ്യം പറഞ്ഞത്: സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്നാണ്. പിതാവായ ദൈവത്തിൻ്റെ മാനവരാശിക്കായുള്ള രക്ഷാകര പദ്ധതിയുടെ തുടക്കക്കാരനാവാൻ ഭാഗ്യം ലഭിച്ചത് സഖര്യ പുരോഹിതനായിരുന്നു. ഈ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി നിത്യരക്ഷയ്ക്ക് നമ്മെയും വീണ്ടെടുത്ത ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ചുരുക്കട്ടെ, ദൈവകൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.